പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. ചിക്കനും മുട്ടയും വെച്ചിട്ടാണ് ഫ്രൈഡ് റൈസ് ചെയ്യുന്നത്. അത് നമ്മുടെ ബസ്മതി റൈസിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തേക്കണേ പ്ലീസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻസ് ഞാൻ വായിച്ചിരുന്നു, പൊടി ഐറ്റംസ് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് പറയണമെന്ന്. ഞാനത് എൻ്റെ ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി വന്നപ്പോൾ അത് ചേർക്കുന്നത് കൈയളവാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അളവിന് ഞാൻ എടുത്തത് നേരം അതിന് ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഒന്നും പറഞ്ഞില്ല, ഇട്ടുപോയി, സോറി. ഇന്നത്തെ വീഡിയോയിൽ ഞാനത് ശ്രദ്ധിച്ചോളാം കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാ സംഭവങ്ങളും അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സോർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ, ഞാൻ ബോൺലെസ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബോൺലെസ് പീസ് എങ്ങനെയാണ് ഞാൻ വേവിച്ചത്, എങ്ങനെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ വീഡിയോ ഇടാം, അത് കാണുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ അതിനെ വെച്ച് ചെയ്യാം. അപ്പോൾ വേറെ മസാലാസോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട. ജസ്റ്റ് കുരുമുളക് പൊടിയും കുറച്ച് സോസുകളും, ഇത്രയും മതിയാവും ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇത് 1/2 കിലോ ബസ്മതി റൈസാണ് കേട്ടോ. നന്നായിട്ടൊരു 4-5 വട്ടം കഴുകി കുതിർത്ത് വെക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ അരി എടുത്തിട്ടുണ്ട്. ഇനി അരി കഴുകി ഞാൻ കുക്കറിൽ ഈ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പം വേവിക്കാൻ വെക്കാൻ പോവാണ്. പിന്നെ ഒരു 3 മുട്ട എടുത്തിട്ട് ഇതുപോലെ സ്ക്രാമ്പിൾ ചെയ്തിട്ട് ഉപ്പ് മാത്രം ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ കൂടെ നമുക്ക് ഇട്ട് വഴറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടോ. 3 മുട്ട എടുത്തിന്. കോഴിമുട്ടയോ താറാവിൻ്റെ മുട്ടയോ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. ഇതിപ്പോൾ കുരുമുളക് പൊടി ഞാൻ ചിക്കനിലോ എല്ലാം ചേർക്കുന്ന കാരണം ഞാൻ ഇതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. വെജിറ്റബിൾസ് എന്ന് പറയുന്നത് 2 ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് ബീൻസും എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റും, ഇത്ര എടുത്തിട്ടുള്ളൂ വെജിറ്റബിൾസ് ആയിട്ട്. പിന്നെ വെളുത്തുള്ളി, സവാള, പിന്നെ കുറച്ച് മല്ലിയില, ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ബോൺലെസ് പീസ് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഇതുപോലെ വേവിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഈ വേവിച്ചെടുത്തിട്ട് ഈ വെള്ളം ഊറ്റി മാറ്റിയിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്ത് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈയിങ് പാനിൽ ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കുറച്ച് ഹാർഡായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക, മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എല്ലാം ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചൂട് കെട്ടിയുള്ള ഉരുളിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാത്രങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വഴറ്റാനുണ്ട്. അപ്പോൾ ആ വഴറ്റുന്ന സമയത്ത് അടിയിൽ പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂട് കെട്ടിയുള്ള പാത്രം എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു 25 ആണെന്ന് തോന്നുന്നു. ഓക്കെ, നെയ്യിലും കുറച്ച് റിഫൈൻഡ് ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഞാനിതെല്ലാം വഴറ്റിയെടുക്കുന്നത്. അപ്പം നെയ്യ് ഒഴിച്ചു. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം. വെളിച്ചെണ്ണ എനിക്ക് അത്ര വലിയ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല, കാരണം വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ആ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന കാരണം ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതാണ് കൂടുതലും ഇങ്ങനെയാണ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. ആദ്യം നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചേർക്കാണ്. അപ്പോൾ വെളുത്തുള്ളി ഞാൻ ചെറിയ പീസസ് ആയിട്ട് പേസ്റ്റായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം, പക്ഷെ ഇടയ്ക്ക് ഒരു എന്താ പറയുക, വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സ്ലൈസ് ചെയ്ത് നന്നായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് സോട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് സോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ട്. സവാള എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇരിക്കുന്നത് മല്ലിയില, ഇത് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു സവാള എടുത്തു. ഫ്ലെയിം
കൂട്ടി വെച്ചാലും കുഴപ്പമില്ല. ഇതിനൊരു സ്മോക്കി ഫ്ലേവർ വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇനി ഓരോന്നോരോന്നായിട്ട് വഴറ്റി അതിന്റെ കളർ മാറാനൊന്നും കാത്തിരിക്കേണ്ട. നമുക്ക് സോട്ട് ചെയ്തെടുക്കുന്നതാണല്ലോ. അപ്പൊ സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് ഒരുമിച്ചിട്ട് നമ്മൾ ചെയ്യാം. ഒരു സ്മോക്കി ഫ്ലേവർ. ഇത് ബീൻസും ഗ്രീൻ ക്യാപ്സിക്കവും പിന്നെ ക്യാരറ്റും നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ഏത് ഷേപ്പിൽ കട്ട് ചെയ്യണം. അപ്പം നമുക്ക് വേഗം എളുപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഷേപ്പിൽ വളരെ തിന്നായിട്ട് അങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ചേർത്ത് കൊടുക്കാം. ഇത് ആക്ച്വലി ഒരു മിക്സഡ് വെജിറ്റബിൾ, എന്താ പറയാ, വെജിറ്റേറിയൻ ആണോ അല്ല, എന്നാ നോൺ ആണോ അതുമല്ല, മിക്സ്ഡ് ആണ്. ഇനിയിപ്പോ ഈ ഒരു പ്രോസസ്സിൽ ഇപ്പം വെജിറ്റേറിയൻസ് ഒക്കെ ആണെങ്കിൽ ഈ കഷ്ണങ്ങൾ മാത്രം മതിയായിരിക്കും നമുക്ക് ഫ്രൈഡ് റൈസിലോട്ട് പോവാനായിട്ട്. അതിൻ്റെ കൂടെ ചിക്കനും മുട്ടയും ചേർക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ റൈസ് വേവിച്ച് വെച്ചപ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പും സ്പൈസസും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേവിച്ച എങ്ങനെയാണെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നോക്കാം. ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾസ് ഒന്നും അധികം കുക്കാക്കി നമ്മൾ എടുക്കാറില്ല. ഒരു ഹാഫ് കുക്ക് മെത്തേഡിലാണ്. നോൺ വെജ് ഒക്കെ ആണെങ്കിലും ശരി, ചിക്കനൊക്കെ നന്നായിട്ട് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ചിലർ അങ്ങനെ ചേർക്കാറുണ്ട്. ചിലർ അത് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് എന്താ പറയാ, ഉപ്പും കുരുമുളക് പൊടിയും ജസ്റ്റ് ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇതിനകത്ത് ചേർക്കാറുണ്ട്. ഞാൻ ചെയ്തിരിക്കുന്നത് ചിക്കൻ ഒന്ന് വേവിച്ച് അതിന്റെ കഷ്ണങ്ങൾ മാത്രം ഒന്ന് ഫ്രൈ ചെയ്ത്, അതായത് ഒരു ഡീപ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് പാൻ ഫ്രൈ ഇല്ലേ ആ ഒരു രീതിയിൽ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു ക്യാപ്സിക്കത്തിന്റെ ഒക്കെ ആണെങ്കിലും ഒരു പച്ച മണം ഉണ്ടല്ലോ, ആ ഒരു മണം മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഒരുപാട് വേവിന്റെ ആവശ്യമൊന്നും ഇല്ല. ക്യാരറ്റ് ആണെങ്കിലും ഒന്ന് വാടി കിട്ടിയാൽ മതി. ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടണമെങ്കിൽ ഇതിപ്പോ റെസ്റ്റോറന്റ് സ്റ്റൈലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവറിൽ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ സ്മോക്കി ഫ്ലേവറിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് മാക്സിമം ഉപ്പ് മാത്രം ഇട്ടിട്ട് സോട്ട് ചെയ്തെടുത്താൽ മതി. ഈ വെജിറ്റബിൾസ് വേകാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ അരിയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഉപ്പിട്ടിട്ടുണ്ട്, മുട്ട സ്ക്രാമ്പിൾ ചെയ്തപ്പോഴത്തേക്ക് അതിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ വെജിറ്റബിൾസ് മാത്രം വേകാനുള്ള ഉപ്പ് മതിയാവും. ഇത്രയും നേരം നമ്മൾ വഴറ്റി ഒരു 5 മിനിറ്റ് വഴറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. കാപ്സിക്കത്തിന്റെ ആ ഗ്രീനിഷ് കളർ മാറിയിട്ട് ഒരു വാടിയ ഒരു രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം മതിയാവും നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, നെയ്യിൽ തന്നെ സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് മുട്ട, ഒരു 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ആ മുട്ട ജസ്റ്റ് ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, കുരുമുളക് പൊടി ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഉപ്പ് മാത്രം ഇട്ടിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിരിക്കുകയാണ്. മുട്ട നമ്മളിങ്ങനെ തോരൻ പോലെ ആകത്തില്ലേ, അതുപോലെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഫ്ലേവർ ഈ വെജിറ്റബിൾസിന്റെ ഫ്ലേവറുമായിട്ട് നെയ്യും ഇതെല്ലാം പിടിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. ഇത്രയും സാധനങ്ങൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കുവാണെങ്കിലുണ്ടല്ലോ, നമുക്ക് സോട്ട് ചെയ്ത് വൺ ബൈ വൺ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചേർത്ത് പെട്ടെന്ന് റൈസ് ഇട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മളിത് എല്ലാം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് ഒന്ന് തോന്നുകയാണ് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങൾ ചേർക്കുമ്പോൾ അല്പം ഒന്ന് തീ ഒന്ന് മീഡിയം ആക്കി വെക്കണേ. എന്നിട്ട് ഇപ്പൊ ഞാൻ ഈ മുട്ടയിട്ട്
ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടല്ലേ ചിക്കൻ ഞാനിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഷാലോ ഫ്രൈ ആണ് കേട്ടോ, പാനിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു സ്മോക്കി ഫ്ലേവർ കൂടെ കിട്ടും. അപ്പം ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കും. സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹാർഡായിട്ട് കുറച്ചുകൂടെ ഒന്ന് മൊരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ചിക്കൻ മാത്രം ഒന്ന് നല്ല മൊരിച്ചാണ് എടുത്തിരിക്കുന്നത്. മുട്ട സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ സ്ക്രാമ്പിൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വഴറ്റി യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൊടി ഐറ്റംസ് ചേർക്കാം. പൊടി ഐറ്റംസ് ഒന്നുമില്ല, ഗരം മസാല, അതല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് മസാലാസ്, ഡിപ്പ് ചെയ്യുന്ന മസാലാസ് കിട്ടും, അത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നത് ഒരു ഒരു 3/4 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ. കുറച്ചുകൂടെ ചേർക്കാം, ഒരു പിഞ്ച് കൂടെ കൂട്ടി കേട്ടോ. അതിൻ്റെ ഒരു എന്താ പറയാ, ആ മുട്ടയുടെയൊക്കെ ആ ഒരു ഉളുമ്പ് മണം ഉണ്ടാവും, എങ്കിലും ഒരു മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തത് കേട്ടോ. ഇനി ഞാൻ കുരുമുളക് പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് ചേർത്ത് കൊടുക്കാം. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനകത്ത് പച്ചമുളകൊന്നും ചേർക്കാത്തതുകൊണ്ട് കുരുമുളക് പൊടിയുടെ ആ ഒരു എരിവാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ചെയ്തു, അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ സോട്ട് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ സോട്ട് ചെയ്തെടുത്തു. ഇനി റൈസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ സോട്ട് ചെയ്ത് നമ്മൾ റൈസ് ചേർത്ത് അതുമായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. റൈസ് ചേർത്തു. ഇനി നമ്മൾ മസാല, നമ്മൾ ചേർത്ത മസാലയും വെജിറ്റബിൾസും ആ ചിക്കനും ആയിട്ടൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അരി കറക്റ്റ് പാകമാണെങ്കിൽ പൊട്ടിപ്പോത്തൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ അരി വേവിച്ച് ആ വെള്ളം ഊറ്റിയാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് നമ്മൾ എടുക്കുന്ന അരി, ഞാനിപ്പോൾ ഒരു 1/2 കിലോയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇത് ആക്ച്വലി ഒരു 4-5 പേർക്ക് സുഖമായിട്ട് കഴിക്കാം കേട്ടോ. ഈ മസാല, ചിക്കൻ, മുട്ട, അങ്ങനെയുള്ള കാര്യങ്ങൾ, വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മൾ സോസ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. ഏകദേശം മിക്സിങ് ആയിട്ടുണ്ട്. മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. ഈ ടൊമാറ്റോ സോസിന്റെ ഫ്ലേവർ ആ ഒരു പുളിയും ആ ഒരു മധുരവും എല്ലാം കൂടെയുള്ള ഒരു ഇത്. സോയ സോസ് ഞാൻ ആക്ച്വലി ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സോയ സോസ് ചേർക്കുമ്പോഴാണ് ആ ഒരു കളറൊക്കെ മാറിയിട്ട് ആ ഒരു സ്മോക്കി ഫ്ലേവർ വരുന്നത് കേട്ടോ. ഒരുപാട് ചേർക്കണ്ട, നമ്മുടെ ആവശ്യത്തിന്.
ഇതിൻ്റെ കൂടെ ഞാൻ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പോരെങ്കിൽ നമുക്ക് ഉപ്പ് ആക്ച്വലി പൊടി ഇടുന്നേക്കാളും ബെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് ഒന്ന് കലക്കിയിട്ട് അതിങ്ങനെ തളിച്ച് കൊടുത്ത് അങ്ങനെ ഇളക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇനിയിപ്പോൾ പൊടി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരു സൈഡിലോട്ടായിപ്പോകും. അപ്പം അതുകൊണ്ട് അങ്ങനെ വേണ്ട. ഇനി ചേർക്കുന്നതെന്ന് വെച്ചാൽ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരുന്ന കുരുമുളക് പൊടിയില്ലേ, അതും കൂടെ ചേർത്തു. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തീ കൂട്ടി ഇപ്പം വെക്കണ്ട, ഞാനൊരു ലോ ഫ്ലെയിമിലോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. ഇപ്പം ഇത് ഒരു ഹോം മെയ്ഡ് ഫ്രൈഡ് റൈസായി. അരിയൊക്കെ അത്യാവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാ മസാലാസും എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് എരിവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. ലാസ്റ്റ് കുറച്ചുകൂടെ കുരുമുളക് പൊടി ചേർക്കാം. ഇനി മല്ലിയില ഇടുക. ഇനി കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഒക്കെ വറുത്ത് ഇടുന്നവർക്ക് ഇടാം കേട്ടോ, ഞാനിവിടെ ചേർക്കുന്നില്ല. പിന്നെ സവാള വറുത്തിട്ടാലും അതിനും ടേസ്റ്റാണ്. അപ്പം വെരി സിമ്പിളായിട്ട് നമുക്കൊരു അച്ചാറിൻ്റെ കൂടെയോ ഏറ്റവും ബെസ്റ്റ് ഇതിനകത്ത് ചിക്കനും എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് അച്ചാറോ റൈത്തയോ സാലഡോ ഒക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ അത് കഴിക്കാം. ഇനി ഇപ്പൊ ചേർക്കാൻ പോകുന്നത്, ലാസ്റ്റായിട്ട് ചേർക്കാൻ പോകുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഫ്രിഡ്ജിൽ ഇരുന്നപ്പോഴുള്ളൊരു വാട്ടം ഉണ്ടായിരുന്നു, അത് പക്ഷേ മാറി കിട്ടി കേട്ടോ. നല്ല ഫ്രഷ് മല്ലിയിലയായിപ്പോ. കുറച്ചു നേരം ഫ്രിഡ്ജിൻ്റെ ആ ഒരു തണുപ്പെല്ലാം മാറിയപ്പോഴേ അങ്ങനെ മല്ലിയില ഇട്ടു. മല്ലിയില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് 2 പോർഷൻ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസ്. ഇനി ഇത് അച്ചാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ തൈരും നമ്മൾ ഇഞ്ചിയും തക്കാളി അങ്ങനെയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഇഞ്ചി തൈര് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് റൈത്ത ഉണ്ടാക്കിയെടുക്കാം. റൈത്ത ഉണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാം. ഇനി അതല്ല, ജസ്റ്റ് നിങ്ങൾക്ക് ചിക്കൻ കറി ആണെങ്കിൽ അതിൻ്റെ കൂടെയും ഗ്രേവിയുടെ കൂടെയും പോകും. ഇതിൽ ചിക്കനും മുട്ടയും ചേർത്തിട്ടുള്ള കാരണം ഇതൊരു കംപ്ലീറ്റ് മീൽ എന്ന രീതിയിൽ നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ആ ഒരു രീതിയിലാണ്. അപ്പോൾ ഇതിന് കറി അധികം വേണമെന്നില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താലും വളരെ ഇഷ്ടത്തോടെ കഴിക്കാത്ത വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ അവർ ഇതിൽ നിന്ന് കഴിച്ചോളും. അതിനകത്ത് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ. കാരണം അത് വളരെ ചെറിയ പീസായിട്ട് ഇട്ടാൽ മതി. ഇതിനകത്ത് അത് എന്താ പറയുക, മെർജ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഇന്നുണ്ടാക്കിയ ഡിഷ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലിപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ വീഡിയോ മറക്കാതെ കാണുക. അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റമായിട്ട് വരാം. അപ്പോൾ ശരി. അപ്പോൾ ഇതാണ് ഫൈനൽ സ്റ്റേജ്. ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയൊക്കെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ചേർക്കണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.